അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, സംസാരിക്കുന്നത് അബ്ദുൽ ഹക്കീം അഷ്റഫി കോട്ടക്കലാണ്. എൻ്റെ പ്രിയ കൂട്ടുകാരൻ. നമ്മുടെ സുന്നത്ത് ജമാഅത്തിന്റെ കാര്യങ്ങളിൽ അൽഹംദുലില്ലാഹ് സജീവമായി അവിടുത്തെ സമയങ്ങൾ ദീനിനു വേണ്ടി ചെലവഴിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് മുഅ്മിനാത്തുകളോട് ഓർമ്മപ്പെടുത്തുന്നു, അദ്ദേഹത്തിന്റെ മകളുടെ വിവാഹം കഴിഞ്ഞു. ബാധ്യതകൾ ബാക്കി നിൽക്കുന്നതുകൊണ്ട് നമ്മളാൽ കഴിയുന്ന ഒരു ചെറിയ സഹായം, പ്രയാസപ്പെടുന്നവരുടെ കണ്ണീരൊപ്പാൻ നാമുണ്ട് കൂടെ എന്ന ഉറപ്പോടുകൂടി നാം അതിലേക്ക് മുന്നിട്ടിറങ്ങുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഏത് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്കും അവരുടെ പ്രയാസങ്ങൾ എന്താണെന്ന് കേൾക്കാമെങ്കിലും നാം ഒരു മനസ്സ് കാണിച്ചാൽ അത് വലിയൊരു പ്രതിഫലമാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയ മുഹിബ്ബീങ്ങളോട് നിങ്ങളാൽ കഴിയുന്നത് ബഹുമാനപ്പെട്ട മുജീബ് ഉസ്താദിന്റെ അക്കൗണ്ടിലേക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കണം. അവർക്ക് നിങ്ങൾക്ക് പകരം നൽകാൻ കഴിയുന്നത് ദുആ മാത്രമാണ്. ഇൻഷാ അല്ലാഹ് മരിക്കുന്നത് വരെ നിങ്ങൾക്ക് എപ്പോഴും അവിടെയൊക്കെ ദുആ ഉണ്ടാവും. അല്ലാഹു തആല നിങ്ങൾ നൽകുന്ന സ്വാലിഹായ സദഖ അല്ലാഹു നാളെ ദുനിയാവിലും ആഖിറത്തിലും വലിയ ഫലമുള്ള സദഖയായി അല്ലാഹു കബൂൽ ചെയ്യട്ടെ. അള്ളാഹു തആല അതിന്റെ ബറക്കത്ത് കൊണ്ട് എല്ലാവിധ ആഫത്ത് മുസീബത്തുകളിൽ നിന്നൊക്കെ അള്ളാഹു നമ്മളെ കാക്കട്ടെ. അതുകൊണ്ട് അള്ളാഹു നമ്മുടെ ജീവിതത്തിലും ആയുസ്സിലും ജോലിയിലും സമ്പത്തിലൊക്കെ അള്ളാഹു വലിയ ബറക്കത്ത് അള്ളാഹു ഏറ്റിത്തരട്ടെ എന്ന് പ്രാർത്ഥിച്ച് ദുആവസിയത്തോടെ അബ്ദുൽ ഹക്കീം അഷ്റഫി അഭ്യർത്ഥിക്കുന്നു. ദുആവസിയത്തോടെ അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമുക്കറിയാലോ, കൊണ്ടോട്ടി മശായിഖന്മാരുമായിട്ട് ബന്ധപ്പെട്ട് ശുദ്ധമായ കളവുകൾ ഇവർ പ്രചരിപ്പിച്ചു. കുഞ്ഞായ്മോ എന്നോട് ചോദിക്കാനുള്ളത്, ഇത് ഈ രണ്ടും എൻ്റെ പ്രസംഗം കേട്ടുകൊണ്ട് നിൽക്കുകയാണ്. ഇവിടെ ഒരു 1-2-3 മിനിറ്റ് പ്രസംഗത്തിലെ കുറച്ച് കാര്യങ്ങളോട് ചോദിക്കാണ്ട്. ഈ പ്രസംഗത്തിൽ ഇനിയിപ്പം ഈ ഗ്രൂപ്പിൽ ചെണ്ട് വോയിസ് ഒക്കെ കേൾക്കും. അപ്പം ഇവിടെ പറയാൻ കഴിയും പറഞ്ഞോ. ഏതായാലും ഈ ഗ്രൂപ്പിനാണല്ലോ സ്റ്റേജ് കെട്ടി മറുപടി അറിയണത്. അപ്പോൾ അടുത്ത പ്രസംഗത്തിൽ ഏതായാലും മറുപടി പറഞ്ഞോ. എനിക്കേ മറ്റൊക്കെ ഉണ്ടെങ്കിൽ ആ പറഞ്ഞതൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഉണ്ടെങ്കിൽ ഒറ്റ തൊന്തൊക്കെ പറഞ്ഞവനാണെങ്കിൽ ചൂണ്ടിക്കാണിക്കാൻ ഒരു വാപ്പുണ്ടെങ്കിൽ അതൊക്കെ എൻ്റെ വാക്കുകളാണ്. അങ്ങൊക്കെ എനിക്ക് ഉണ്ടെങ്കിൽ ഇജ്ജ് പറഞ്ഞോളെ ഉണ്ട്. കൊണ്ടോട്ടി തങ്ങന്മാരെ പറ്റി ശുദ്ധമായ കളവുകൾ പോലും പ്രചരിപ്പിച്ചു. ഈ ശുദ്ധമായ കളവ് പ്രചരിപ്പിക്കുന്ന ആരെ പറ്റിയപ്പോൾ ഇജ്ജ് പറയണത്? ആരായി ശുദ്ധമായ കളവോട് പ്രചരിപ്പിച്ചേ? മമ്പുറം തങ്ങൾ ഉപ്പാപ്പ ഏതായാലും നിങ്ങൾ അംഗീകരിക്കൂല, പോട്ടെ. വെളിയങ്കോട് ഉമറുൽ ഖാദി ഖദ്ദസുല്ലാഹു സിർറഹുൽ അസീസ് അവരിങ്ങളങ്ങി അവർ പറഞ്ഞത് നിങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നാ പറഞ്ഞു, പോട്ടെ. പിന്നെ ഷെയ്ഖ് ജിഫ്രി ഖദ്ദസുല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകൾ പറഞ്ഞു അതിപ്പോൾ നിങ്ങൾ ശരിയല്ല എന്ന് നിങ്ങൾ പറഞ്ഞു, അതൊക്കെ പോട്ടെ. സമസ്ത കേരള ജമഇയ്യത്തുൽ ഉലമയുടെ ഫത്വ ഉണ്ടല്ലോ, ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ തങ്ങൾ ഉപ്പാപ്പ ഫാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരെ പോലെയുള്ള വലിയ വലിയ മഹത്തുക്കളായ ആളുകൾ അവര് കളവുകളാണ് ഇവിടെ പ്രചരിപ്പിച്ചതെന്ന് എനിക്ക് വാദമുണ്ടോ? ശുദ്ധമായ കളവാണ് അവർ പ്രചരിപ്പിച്ചതെന്ന് എനിക്ക് വാദമുണ്ടോ? ആ ചോദ്യമാണ്. അപ്പം ജനൊന്ന് മറുപടി പറഞ്ഞു. പക്ഷെ അത് ബാക്കി ഭാഗം വിട്ടുതരാം, എന്നിട്ട് നമുക്ക് ബാക്കി പറയാം. അടുത്ത ക്ലിപ്പ് വരുന്നതിൻ്റെ മുമ്പ് ഏതായിരുന്നു സമസ്ത കേരള ജമഇയ്യത്തുൽ ഉലമയുടെ ആ ഫത്വ ഇന്ന് ഈ സമയം വരെ പിൻവലിച്ചിട്ടില്ലല്ലോ. ബഹുമാനപ്പെട്ട റഈസുൽ മുഹഖിഖീൻ കണ്ണിയത്ത് ഉസ്താദ് ഇവിടെ കഴിഞ്ഞു പോയിട്ടില്ലേ? ഷംസുൽ ഉലമ EK ഉസ്താദ് കഴിഞ്ഞു പോയിട്ടില്ലേ? ഇവരൊക്കെ സമസ്ത കേരള ജമഇയ്യത്തുൽ ഉലമയുടെ ഉന്നത സ്ഥാനത്ത് നിന്ന് മഹത്തുക്കളാണല്ലോ. ബഹുമാനപ്പെട്ട താജുൽ ഉലമ ഉള്ളാൾ തങ്ങൾ ഉപ്പാപ്പ കഴിഞ്ഞു പോയിട്ടില്ലേ? അവരൊക്കെ ഇവിടെ സമസ്തയുടെ ഉന്നത സ്ഥാനത്ത് ഇരുന്നവരാണല്ലോ. അന്നൊക്കെയും ആ ഫത്വ അവിടെ ഉണ്ടല്ലോ, അതിൽ തർക്കമൊന്നുമില്ലല്ലോ. ഫത്വ ആയിട്ട് തന്നെ ഉണ്ടല്ലോ, അത് തിരുത്തിയിട്ടില്ലല്ലോ. നിങ്ങൾ വേറെ കുറെ ആൾക്കാർ കുറെ പുസ്തകം എഴുതിയിട്ടുണ്ട്, അതിന് അവതാരിക എഴുതിയിട്ടുണ്ട്, അതിന് പ്രകാശനം ചെയ്തിട്ട് മറ്റാക്കിയിട്ടൊക്കെ പറയുന്നുണ്ടെങ്കിലും സമസ്ത കേരള ജമഇയ്യത്തുൽ ഉലമ പാസ്സാക്കിയ ആ പ്രമേയം അത് അവിടെ ഉണ്ട് എന്നുള്ള കാര്യം ഉറപ്പല്ലേ? അത് ഇതുവരെ തിരുത്തിയിട്ടില്ലല്ലോ. അപ്പൊ അവരൊക്കെ ഇന്ന് ഈ സമയം വരെ ഏതായാലും നിങ്ങൾ ഇപ്പോഴുള്ള സമസ്ത നിങ്ങൾ അംഗീകരിക്കണ്ട, ഏതായാലും അതിന്റെ മുമ്പുള്ളതൊക്കെ ഏതായാലും നിങ്ങളെ 2013 പുറത്താക്കണതിന്റെ മുമ്പുള്ളവരൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ ഈ കളവ് പ്രചരിപ്പിക്കാൻ കൂട്ടുന്നവരാണോ? അവരൊക്കെ ഈ കളവ് പ്രചരിപ്പിച്ചവരാണോ? ഇനി ഇതിന്റെ ശേഷം പറയുന്നുണ്ട് മനുഷ്യന്മാർക്ക് എന്ത് ചെയ്യണം വെച്ചാൽ ധാരണ പിശകുകൾ വന്നേക്കാം. ധാരണ പിശകിലൂടെ കളവ് പ്രചരിപ്പിച്ചവരാ, ശുദ്ധമായ കളവ് പ്രചരിപ്പിച്ചവരാണോ ഇവർ? ഇൻഷാ അല്ലാഹ് ബാക്കി പറഞ്ഞുതരാം. ഷെയ്ഖ് മുഹമ്മദ് ഷാഹി വലിയുള്ളാഹ്
ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്. അവരുടെ വലിയ ഉന്നതിയും ബഹുമതിയും മഹാന്മാർ വളരെ വ്യക്തമായി നമുക്ക് ബോധ്യപ്പെടുത്തി തരികയാണ്. എന്നിട്ട് അതിനെയൊക്കെ തെറ്റിദ്ധരിപ്പിക്കുന്ന രൂപത്തിൽ പിന്നെയും പിന്നെയും ധാരണ പെശകൊക്കെ മനുഷ്യ സഹജമായി ചിലപ്പോൾ ഉണ്ടായേക്കാം. പക്ഷേ ആ സംഭവിച്ചത് ശരിയല്ല, ആ ധാരണ ശരിയല്ല, തിരുത്തപ്പെടേണ്ട ധാരണയാണ് എന്ന് അത് നമുക്ക് ബോധ്യപ്പെടുത്തി തരാൻ ഏറ്റവും അർഹതയുള്ള യോഗ്യരായ കാലം പോറ്റുന്ന മഹത്തുക്കൾ നമുക്ക് അവരുടെ പ്രവൃത്തിപഥത്തിലൂടെ അത് കാണിച്ചു തരുമ്പോ ചെയ്തുപോയ ഇന്നലകൾ, സംഭവിച്ചുപോയ അബദ്ധങ്ങൾ, ഇന്നലകളിൽ സംഭവിച്ചുപോയ അരുതായ്മകൾ, അതിൽ നിന്നും മാപ്പിനപേക്ഷിച്ച് തൗബയുടെ മനസ്സോടുകൂടി ഇനിയുള്ള നാളുകളെ സമ്പന്നമാക്കാൻ തയ്യാറാവുകയല്ലേ ബുദ്ധിയുള്ളൊരു മനുഷ്യൻ ചെയ്യേണ്ടത്? അത് ചെയ്തില്ല എന്ന് മാത്രമല്ല, നമ്മൾ പിടിച്ച മുഴലിന് 4 ചെവി തന്നെ എന്ന രൂപത്തിലുള്ള നീക്കം, മർക്കടമുഷ്ടി. ആ ചെയ്ത തെറ്റിനെ ന്യായീകരിച്ച് ഞങ്ങളാ പറഞ്ഞ തന്നെ ശരി എന്ന രൂപത്തിൽ നീങ്ങണം. ഇത് അബദ്ധല്ലേ? എന്നിട്ട് വീണ്ടും അപ്പൊ കുഞ്ഞേമോ നല്ലതൊക്കെ ചോദിക്കണം എന്നോട്, ഈ ഞരമ്പ് ഒട്ടിച്ചൊന്നും വേണ്ട, ഭയങ്കര ഇതിങ്ങനെ പ്രഷർ കൂടണ്ട, നല്ലതൊക്കെ എന്നോട് ചോദിക്കണം. ഇപ്പൊ ഈ പറഞ്ഞല്ലോ. അപ്പൊ ചില ആളുകൾക്ക് അബദ്ധങ്ങൾക്ക് സംഭവിച്ചേക്കാം, ധാരണ പിശകുകളൊക്കെ വന്നേക്കാം. അപ്പം ആ നിലക്ക് പല ആളുകൾക്ക് ധാരണ പിശക് വന്നിട്ടുണ്ടല്ലേ. അപ്പം ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ ഉപ്പാപ്പ, പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ, നവറല്ലാഹു മർക്കദുഹും അടക്കമുള്ള ഒരുപാട് മഹത്തുക്കൾ, അവരൊക്കെ ഇപ്പം ധാരണ പിശക് വന്നവരായിരിക്കാം എന്നായിരിക്കും ഇജ്ജ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ കാലം പോറ്റുന്ന കാലഘട്ടത്തിന്റെ മശായിഖന്മാർ അവരുടെ പ്രവർത്തിപഥത്തിൽ കൊണ്ടുവന്ന് ഇതൊക്കെ തെറ്റാണെന്ന് ബോധ്യപ്പെടുത്തി. അപ്പം വരക്കൽ മുല്ലക്കോയ ഉപ്പാപ്പാനെയും പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരെയും ഇപ്പം അന്നത്തെ കാലം പോറ്റുന്ന മശായിഖന്മാർ തിരുത്തിച്ചില്ലേ, ഒരു തിരുത്തി കൊടുത്തില്ലേ? ഇജ്ജ് പറയണം. പിന്നെ നിങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ടോ അവർക്ക് വലിയ മഹാന്മാരാണ്, നിങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ടോ? ആര്? വരക്കൽ മുല്ലക്കോയ ഉപ്പാപ്പയും പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരൊക്കെ വലിയ ഉന്നതരാണെന്ന് നിങ്ങൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ മുമ്പ് പറഞ്ഞാല് 2013 ശേഷം പറഞ്ഞിട്ടുണ്ട്. അതവിടെ നിൽക്കട്ടെ. അവിടെ കൂടെ ചോദിക്കുകയാണ്, ഇവരപ്പോ വേറെ കാലം പോറ്റുന്ന മശായിഖന്മാർ ആരും തിരുത്തി കൊടുത്തില്ലേ? അന്നിപ്പോ ബഹുമാനപ്പെട്ട CM വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് മഹാനവറുകളെ അന്നത്തെ അവസ്ഥ എന്താണ്, എങ്ങനെ ഉണ്ടായിരുന്നു എനിക്ക് ചരിത്രം എനിക്കറിയില്ല. അതവിടെ നിൽക്കട്ടെ. ഏതായിരുന്നാലും ബഹുമാനപ്പെട്ടവർ വരുന്നതിന് മുമ്പാണെങ്കിൽ അവരുടെ അന്നത്തെ മഹാന്മാരുണ്ടാവുമല്ലോ, കാലം പോറ്റുന്ന മശായിഖന്മാരുണ്ടായിട്ടുണ്ടാവുമല്ലോ. അവരിപ്പം ഇവരെ തിരുത്തിച്ചു കൊടുത്തില്ലേ? അല്ല, എന്താ എന്റെ മറുപടി? കുരുക്കുട്ടനായ നമ്മളെ ഞരമ്പ് പൊട്ടിക്കുന്ന ആളില്ലേ, തെറിയൂർ കുഞ്ഞമ്മദ്, ആ തെറിയൂർ കുഞ്ഞമ്മദ് ഇന്നലെ ഞരമ്പ് പൊട്ടിച്ച് പറയാ, വരക്കൽ മുല്ലക്കോയ തങ്ങൾക്ക്, ശംസുൽ ഉലമക്ക്, പാങ്ങിൽ ഉസ്താദിന്, ഉമർ ഖാലിക്ക് തെറ്റിദ്ധാരണ സംഭവിച്ചു പോയി. തെറ്റിദ്ധാരണ സംഭവിച്ചത് കാരണത്താലാണ് കൊണ്ടോട്ടി മുഹമ്മദ് ഷാ പേച്ച ആളാണെന്ന് ഇവരൊക്കെ പറയാൻ കാരണം, ആ ഫത്വ പിൻവലിക്കാതിരിക്കാൻ കാരണം. സ്വയം കാലം പോറ്റുന്ന മശായിഖായിട്ട് തെറിയൂർ കുഞ്ഞമ്മദ് ഇങ്ങനെ പറയാണോ? അതല്ല ഏതെങ്കിലും കാലം പോറ്റുന്ന മശായിഖന്മാര് പറഞ്ഞു തന്നിട്ടുണ്ടോ? പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ ഏതാണ് ആ മശായിഖ്? ആ മശായിഖിന്റെ പേരെന്നാണ് നമുക്ക് കിട്ടേണ്ടത്. പ്രതീക്ഷിക്കുകയാണ് മറുപടി. ഇനി ഇപ്പൊ നിങ്ങൾ പറഞ്ഞുകൊണ്ട് വരുന്ന ഏതൊരു മൊയന്ത് ബാപ്പു, അല്ല സോറി, ഇനി വാക്കിൽ പേവൊക്കെ വരും, അത് ഇതിന് മുമ്പ് പറയുന്നുണ്ട് കേട്ടോ. ഒരു മോയും ബാപ്പു, അത് എൻ്റെ അടുക്ക് അങ്ങനെ അടുക്ക് വാക്കിൽ പേവ് വരലുണ്ട്. അപ്പൊ എന്ത് പറയുന്നുണ്ട്, ആ വാക്കിൽ പേവൊക്കെ വരും, സോറി എന്നാണ് പറഞ്ഞു പോലാണ്. അങ്ങനെ അതേപോലെ മനുഷ്യന്മാരല്ലേ, വാക്കിൽ പേവൊക്കെ വരും. മൊയന്ത് ബാപ്പു അല്ല സോറി, മോയും ബാപ്പു. ഏതോ ഒരു ബാപ്പു പറഞ്ഞോലോ, എന്ത് CM വലിയുല്ലാഹി അവിടെ വന്നു സിയാർത്ത് ചെയ്തിട്ട് കൊണ്ടോട്ടിയിൽ, വേറെ രേഖകളൊന്നുമില്ല. ഏതായിരുന്നാലും ബഹുമാനപ്പെട്ട CM വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് മഹാനവറുകളുടെ അരികിലേക്ക് ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ പോയിട്ടുണ്ടല്ലോ, ബഹുമാനപ്പെട്ട താജുൽ ഉള്ളാൽ തങ്ങളുപ്പാപ്പ പോയിട്ടുണ്ടല്ലോ, വൈലത്തൂർ തങ്ങളുപ്പാപ്പ പോയിട്ടുണ്ടല്ലോ. AP ഉസ്താദിനെ ഏതായാലും നിങ്ങൾ തള്ളി, നല്ലപോലെ ഏതായാലും അന്ന് AP ഉസ്താദും പോയിട്ടുണ്ടല്ലോ. അതേപോലെ അന്നുള്ള മഹാനാണല്ലോ ബഹുമാനപ്പെട്ട റയീസുൽ മുഹഖിഖീൻ കണ്ണിയത്ത് ഉസ്താദ്. കണ്ണിയത്ത് ഉസ്താദിന്റെ നിലപാട് എന്തായിരുന്നു CM വലിയുള്ളാഹിയുടെ വിഷയത്തിൽ എന്ന് ചോദിച്ചിട്ട് ഇതുവരെ മറുപടികൾ പറഞ്ഞിട്ടില്ല. അതവിടെ നിൽക്കട്ടെ. ഏതായാലും അവരൊക്കെ ഉണ്ടായിരുന്നല്ലോ. അവരൊക്കെ ഈ ബഹുമാനപ്പെട്ട CM വലിയുള്ളാഹി ഈ മഹത്തുക്കളെ ഒന്നും തിരുത്തിച്ചില്ലേ? ഇവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുത്തില്ലേ? എന്നിട്ട് ഇവരെ ശംസുൽ ഉലമ സമസ്തയുടെ ആ പ്രമേയം തിരുത്താൻ മർക്കടമുഷ്ടി കാണിച്ചോ തിരുത്താൻ തയ്യാറാകാതെ? എന്താ നിങ്ങളുടെ അഭിപ്രായം? ഇതിപ്പോ ഈ പറഞ്ഞത് മർക്കടമുഷ്ടി കാണിക്കുകയാണ്, അങ്ങോട്ടാണ് ഇങ്ങോട്ടാണെന്നൊക്കെ അല്ലേ? ആയിക്കോട്ടെ. ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ, ബഹുമാനപ്പെട്ടവർ
മർക്കടമുഷ്ടി കാണിച്ചോ സമസ്തയുടെ തീരുമാനം പിൻവലിക്കാതെ? തഅജ്ജുൽ ഉലമ മർക്കടമുഷ്ടി കാണിച്ചോ സമസ്തയുടെ തീരുമാനം പിൻവലിക്കാതെ? ഞങ്ങളിത് സംഭവിച്ചത് അബദ്ധമാണെന്ന് പറയാതെ മർക്കടമുഷ്ടി കാണിച്ചോ? റഈസുൽ മുഹഖിഖീൻ കണ്ണിയത്ത് ഉസ്താദ് മർക്കടമുഷ്ടി കാണിച്ചോ? ഇവർക്കൊക്കെ അല്ലേ ബഹുമാനപ്പെട്ട CM വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകൾ തിരുത്തി കൊടുക്കേണ്ടിയിരുന്നത്? ആർക്കൊക്കെ തിരുത്തി കൊടുത്തിട്ടുണ്ടാവുമല്ലോ. എന്നിട്ട് ഇവരൊക്കെ മർക്കടമുഷ്ടി കാണിച്ചവരാണെന്നാണോ അജി പറയണത്? പറയണം, അടുത്ത പ്രസംഗത്ത് പറഞ്ഞാൽ മതി. സമസ്തന്റെ പ്രമേയം ഇന്ന് ഈ സമയത്ത് വരെ പിൻവലിച്ചിട്ടില്ലല്ലോ. ഈ സമയം വരെ പിൻവലിച്ചിട്ടില്ലല്ലോ. ഏതായാലും 2013 നിങ്ങൾ പുറത്താക്കിയതിന്റെ ശേഷമല്ലേ സമസ്ത പറ്റം വടക്കായത് നിങ്ങളെ അഭിപ്രായ പ്രകാരം. അതിന്റെ മുന്നേ സമസ്തക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. അതിന്റെ മുമ്പുണ്ടായിരുന്ന ആൾക്കാരൊക്കെ മർക്കടമുഷ്ടി കാണിച്ചവരാണോ? ഇജ്ജ് പറയണം. ഞങ്ങൾക്ക് പറഞ്ഞാൽ മതി, തൊണ്ട കീറൊന്നും വേണ്ട, ഞരമ്പ് പൊട്ടിക്കണ്ട. ഈ അനക്ക് പറഞ്ഞ ആ സംഗതികളൊക്കെ ഉണ്ടെങ്കിൽ ഈ പറഞ്ഞാൽ മതി. ഇവരൊന്നും തിരുത്താതെ ജനങ്ങളെ ഇപ്പോഴും പഴപ്പിക്കുന്ന രൂപത്തിൽ മർക്കടമുഷ്ടി കാണിച്ചവരാണോ ഈ പറഞ്ഞ മഹാന്മാർ? ഇജ്ജ് പറയണം. നല്ലൂട്ടിയല്ലേ പറഞ്ഞു കേട്ടിട്ടാ. ഇവർ തെളിവായിട്ട് കൊണ്ടുവരുന്നത് എന്തിനാണ്? പണ്ട് വഹാബികൾ ഏതൊരാശയത്തിലാണോ ഉണ്ടായിരുന്നത് അതേ ആശയം എന്നല്ല, ഒരു പടി അതിനേക്കാളും മുന്നിലാണ് ഇന്ന് ഈ നവ വഹാബികളായ AP സമസ്തയുടെ ചില ഇത്തിക്കണ്ണികളായ മൗലവിമാർ എത്തിപ്പെട്ടിരിക്കുന്നത്. പറയാതിരിക്കാൻ നിർവാഹമില്ല. ഹസ്രത്ത് മുഹമ്മദ് ഷാ തങ്ങൾ എന്ന ഇത് നോക്കിയാ നിങ്ങൾ ഇവിടെയും കുറ്റപ്പാർക്ക APക്കാർക്ക്. അല്ല കുഞ്ഞാമോദോ, നമ്മളെന്തിവിടെ ചെയ്തു? APക്കാർക്ക് എന്തിവിടെ ചെയ്തു? അല്ല, ഈ സമസ്ത കേരള ജമഇയ്യത്തുൽ ഉലമയുടെ പ്രമേയം APക്കാരുണ്ടാക്കിയല്ലോ ആണോ? ഈക്കാരുണ്ടാക്കിയാണോ? അതും അല്ല. APക്കായിട്ട് പിരിണേന്റെ എത്രയോ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് തീരുമാനിച്ചല്ലപ്പത് ആ പ്രമേയം കൊണ്ടോട്ടിക്കാർക്കെതിരെ അല്ലേ? കൊണ്ടോട്ടി ത്വരീഖത്തിനെതിരെയുള്ള ആ പ്രമേയം നേരത്തെ ഉള്ളതല്ലേ? APക്കാരെന്ത് ഇവിടെ പാച്ച്? ആ പ്രമേയം പിന്നെയും എന്ത് ചെയ്തു? അത് പിന്നെ ഉറപ്പിച്ച് അത് ഉറപ്പിച്ചിട്ട് സമൂഹത്തിൽ പറഞ്ഞു കൊടുത്തു എന്നുള്ള തെറ്റ്. എന്നാ ജി പറയും, സമസ്ത പിൻവലിച്ചണോ? പറഞ്ഞോ. ആ പ്രമേയം സമസ്ത പിൻവലിച്ചോ? എന്താ എൻ്റെ അഭിപ്രായം? ഇതൊന്ന് പറയും. ജി പറഞ്ഞേ പറ്റൂ. നുണ പറയരുത്. സ്റ്റേജ് കയറി കണ്ടിങ്ങനെ APക്കാരോടുള്ള ഈർഷ്യതങ്ങൾ തീർക്കുക. അത് അല്ലല്ലോ. ഒരു വിഷയം പറയുമ്പോൾ അതിനൊക്കെ ഒരു മട്ടം വേണ്ട, ഒരു ചേരും കോലം വേണ്ടേ കുഞ്ഞേമേ? അതുകൊണ്ട് കുഞ്ഞേമതെ എന്താ APക്കാരോട് പാച്ച്? ഈ പ്രമേയം ഉണ്ടാക്കി APക്കാർക്കാ ഉത്തരവാദി. ഈ പ്രമേയം ഇവിടെ പാസ്സാക്കിയത് ഏതായാലും പിന്നെ മമ്പർ തങ്ങളെ സ്വീകരിക്കണ്ട, വെളിയങ്കോട് ഉമർ ഖാദി തങ്ങളെ സ്വീകരിക്കണ്ട, പിന്നെ ഷെയ്ഖ് ജിഫ്രി അസീസ് മഹാനവറുകളെ സ്വീകരിക്കണ്ട. ഒരൊന്നും സ്വീകരിക്കും, തള്ളി കാണാം. സമസ്ത കൊണ്ടുവന്ന പ്രമേയം ഉണ്ടല്ലോ, അത് AP സമസ്ത ഉണ്ടാക്കിയല്ലോ, സമസ്ത ഉണ്ടാക്കിയതുമല്ല. അതൊക്കെ രണ്ടായി പിരിണതിന്റെ മുമ്പ് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഉണ്ടാക്കിയതാ. ആ പ്രമേയത്തിന് AP സമസ്ത എന്ത് വെച്ചു? ഇത്ര എല്ലാത്തിനും APക്കാർ മേത്ത് കിട്ട് കയറണത്. അപ്പോ ഇവിടെ ഇപ്പം ഇത് നവ വഹാബികളാണ് APക്കാർ എന്ന് പറയുമ്പോൾ ഈ പ്രമേയം ഇവിടെ ഉണ്ടാക്കിയ ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ തങ്ങളുപ്പാപ്പയും പാങ്കിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ അടക്കമുള്ള മഹത്തുക്കൾ, അവിടുന്ന് ഇങ്ങോട്ട് ആ പ്രമേയം ഇന്ന് ഈ സമയം വരെ തിരുത്താത്ത മഹത്തുക്കൾ, അവരെല്ലാവരും നവ വഹാബികളാണോ കുഞ്ഞേമതെ? ജി പറഞ്ഞോ. അടുത്ത സ്റ്റേജ് കിട്ടുമ്പോൾ ജി പറഞ്ഞേക്കണ്ടി കേട്ടോ. നല്ലവർക്ക് പറഞ്ഞോണ്ടി, തൊണ്ട പൊട്ടിക്കണ്ട. എനിക്ക് മറ്റതൊക്കെ ഉണ്ടെങ്കിൽ ജി സാധാരണ പറയണേ. ഏത് ചൂണ്ടിക്കാണിക്കാൻ ഒരു പാപ്പുണ്ടെങ്കിൽ ഒറ്റ തന്തക്ക് പറഞ്ഞു അക്കജ്ജി പറഞ്ഞു കേട്ടോ. ഒറ്റ തന്തക്ക് പറഞ്ഞവനാണ്, അതൊക്കെ എൻ്റെ വാക്കുകളാണ്. അതൊക്കെ എനക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ നല്ല കിഴിഞ്ഞ് മറുപടി പറയേണ്ടി കേട്ടോ. ഇനി ലാസ്റ്റ് ഒന്നും കൂടി കുഞ്ഞാമോ, ഇങ്ങളിപ്പം വെളിയങ്കോട് ഉമർ ഖാദി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകൾ ആണ്ടടക്കുന്ന സമയമാണ് ഇവിടെ. അള്ളാഹു അവിടുത്തെ ദർജ വർദ്ധിപ്പിക്കട്ടെ, അവിടുത്തെ മദദ് ഹിഫ്ള് സുന്നികളായ നമുക്ക് എല്ലാവർക്കും പടച്ച റബ്ബ് നൽകട്ടെ. ഏതായാലും നിങ്ങളെ ഭാഷ പ്രകാരം നിങ്ങളെ ഷെയ്ഖ് വെളിയങ്കോട് ഉമർ ഖാദി തങ്ങളായിട്ട് ഭയങ്കര ബദ്ധാണല്ലോ. നിങ്ങളെ ഷെയ്ഖിന് കബറിന്ന് കിതാബ് കിട്ടിയ സ്ഥലമാണല്ലേ? സമത് നേരിട്ട് കണ്ടേ എൻ്റെ നിങ്ങളെ ഷെയ്ഖിന് കിതാബ് കിട്ടിയ കബറിന്ന് കിതാബ് കിട്ടിയ സ്ഥലമാണല്ലോ. ഒരു രേഖ അവിടെ നിങ്ങൾ വാങ്ങി തരുമോ? അല്ല, നമുക്ക് തീരുമാനാക്കാന്ന് വേഗം. ഉറൂസ് നടക്കുന്ന സമയങ്ങള് മറ്റേ നിങ്ങളെ കോമട്ട് ഞാൻ ലവ്ലക്കൂട്ടി റേറ്റിങ്ങളാണ് പോയിക്കോളി. ഇങ്ങോട്ട് നാട്ടുകാർ അവിടുത്തെ കമ്മിറ്റിക്കാര് അവിടുത്തെ കാവേരി അവിടുത്തെ കമ്മിറ്റിക്കാര് എല്ലാവരും സാക്ഷികളായി നിർത്തുക. എന്നിട്ട് എന്താ ചെയ്യാ?
നിങ്ങളെ കുരു ഞങ്ങളെ കുരു എന്നാണല്ലോ ഉസ്താദ് പറഞ്ഞേ. അപ്പൊ കുരു പറയാ യാ ഷെയ്ഖ് ഉമറുൽ ഖാദി എന്നിട്ട് വിളിച്ചിട്ട് എന്നിട്ട് എന്ത് ചെയ്യാ ഒരു മൂപ്പരോട് പറയാം, ഉമർ ഖാദി തങ്ങളോട് പറഞ്ഞാടി. എന്നിട്ട് ഇതാ ഞാൻ ആ വെയ്ത്തുണ്ടാക്കിയോന്ന് എന്തല്ല പിന്നെ കൊണ്ടോട്ടി തങ്ങന്മാരെ പറ്റിയല്ല, അത് ഇന്നെ പറ്റി വലിയ കളവ് പറഞ്ഞുണ്ടാക്കുകയാണ് എന്ന് പറഞ്ഞിട്ടേ അത് നിങ്ങൾ അത്ര ബന്ധാണ്, നിങ്ങൾക്ക് അന്ന് കിതാബൊക്കെ കിട്ടണല്ലേ. ചെറിയ വരതാലേക്കുമ്പോ കിതാബ് വിട്ട് കഥലേക്കുമ്പോ ഏതായാലും അവിടെ പോയിട്ടേ ഒരു ലെറ്റർ പേട്ടില്ലേ നിങ്ങളെ ഷെയ്ഖിന് ഭയങ്കര ബന്ധാണല്ലോ, അതുകൊണ്ടാണേ ഞങ്ങൾക്ക് കിതാബുകളൊക്കെ ഇങ്ങനെ കിട്ടുന്ന സ്ഥലമാണല്ലോ നിങ്ങളെ ഷെയ്ഖിന് കിട്ടോ. അപ്പോ ആ നിലക്ക് നിങ്ങള് ഒന്നും എന്ത് രാഗ്യമായി കൊണ്ടുവന്നാലേ ഒരു രസേനി. കുഞ്ഞേമോ അടുത്ത പ്രസംഗത്തിൽ വായിച്ചാളിയണ്ടി കബർന്ന് കിട്ടിയാണെന്ന് പറഞ്ഞിട്ട്. ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക. നന്മ വളരട്ടെ, തിന്മക്കെതിരെ നമുക്ക് ഒരുമിച്ച് നിൽക്കാം.